നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരൊരു സമരം പെട്ടെന്ന് തന്നെ സംഘടിപ്പിക്കാനുണ്ടായ കാരണം 15 ദിവസത്തോളം ആയി നമ്മുടെ ഒരു സഹോദരൻ ഇന്ന് കടുവയാൽ കൊല്ലപ്പെട്ട് 6 അടി മണ്ണിൽ ആയിപ്പെട്ടു പോയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഈ കാളികാവ്, കരുവാരകുണ്ട്, ചോക്കാട് പ്രദേശങ്ങളിൽ കാലങ്ങളായിട്ട് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ഒരു വന്യമൃഗ ശല്യം എന്ന് പറയുന്നത് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഈ ഒരു മലയോര മേഖല എല്ലാ കാര്യങ്ങൾ കൊണ്ടും വളരെയധികം പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ്. അപ്പോഴൊക്കെ നമ്മൾ കുരങ്ങിന്റെയും പന്നിയുടെയും മയിലിന്റെയും അതുപോലെ തന്നെ കാട്ടുപന്നിയുടെയും ഈ മൃഗങ്ങളുടെ എല്ലാം കൃഷിനാശം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇവിടെ കൂടിയ ഓരോ കർഷകർക്കും അതിന്റെ വ്യക്തമായ അനുഭവം ഉണ്ടായിരുന്നു. ഇത് പല വട്ടത്തിലും പല കാര്യങ്ങളിലും നമ്മൾ ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റുകളെയും ഫോറസ്റ്റിനെയും അവരോട് പരാതി കൊടുക്കുമ്പോഴും നമ്മളോട് പറയുന്നത് അതല്ല ഇതല്ല എന്ന് പറഞ്ഞ് നമ്മളെ ക്രമപ്പെടുത്തി പാകപ്പെടുത്തി വിടുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. നിർഭാഗ്യവശാൽ 15 ദിവസം മുമ്പാണ് നമ്മുടെ ഒരു സഹോദരൻ കടുവയാൽ കൊല്ലപ്പെടുകയും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇന്ന് 6 അടി മണ്ണിലാണ്. ഇനി ഇതിൽ ആരാണ് നമ്മൾ ഇതിൽ മണ്ണിൽ പോകുക എന്ന് നമുക്ക് ഒരു ഗ്യാരണ്ടിയുമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ്. പ്രത്യേകിച്ച് അടക്കാകുണ്ട്, മഞ്ഞൾപ്പാറയുള്ള പ്രദേശങ്ങളിലൊക്കെ പണിക്ക് പോയിട്ട് 15, 20, 15, 13, 12 ദിവസമായി. ആരും തന്നെ പണിക്ക് പോകാൻ പറ്റില്ല. ഒരു തൊഴിലാളിന് ഒരു കാരണവശാലും മലയിലേക്ക് വിടാൻ പറ്റില്ല. ഇത്തരം സാഹചര്യം നമ്മുടെ നാട്ടിൽ ഇന്ന് നാടുണ്ടായ കാലം മുതൽ ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലായി, കടുവകളും പുലികളും ഇഷ്ടം പോലെ ഈ നാട്ടിലുണ്ട്. എന്നിട്ട് കടുവയെ പിടിച്ചിട്ട് അവിടെ നിന്നുള്ള ജനങ്ങൾ വളരെ പ്രതിഷേധിച്ചുകൊണ്ട് അവരെ കൊണ്ടൊരു തീരുമാനമെടുത്ത് ഈ കടുവയെ കാഴ്ച ബംഗ്ലാവിൽ കൊണ്ടുപോയി വിടണമെന്ന് ഉറപ്പ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവരവിടുന്ന് വിട്ട് എന്ത് ചെയ്തു? DFOയും അതുപോലെ തന്നെ റേഞ്ച് ഓഫീസിൽ ഉദ്യോഗസ്ഥരും അവിടെ നിന്ന് അവരുടെ സ്വഭാവം അവിടുന്ന് പോകുന്ന പുറത്തേക്ക് മാറി. അവർ ഇന്നത് നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് അതിന് സുഖ ചികിത്സയ്ക്ക് വേണ്ടി അമരമ്പലം ഫോറസ്റ്റ് റേഞ്ചിൽ അവരവിടെ സുരക്ഷിതമായി നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ ഈ നരഭോജി കടുവ നമ്മളെ പിടിച്ച് നാളെ നമ്മളെ ആരെങ്കിലും ഒരാളെ കൊന്നാലും ഇത് തന്നെയല്ലേ നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമില്ല, ഇതിൽ മതമില്ല, ഇതിൽ ഒന്നുമില്ല.